Hi all, welcome back to my YouTube channel and this is Vietnam series part 3. സോ ചെക്ക് ഇൻ ചെയ്ത് പെട്ടെന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും തന്നെ ക്യാബ് വെയിറ്റിംഗ് ആയിരുന്നു. സോ ഇന്ന് 2 പ്ലേസസ് ആണ് കവർ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് വെഹിക്കിളാണ് വരിക. പക്ഷേ വിയറ്റ്നാമിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഏജൻറ്റും അവരുടെ വേറെ ഏജൻസിയിൽ നിന്ന് വരുന്ന ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. സോ അവരുടെ ഒപ്പമാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. ആദ്യം മാർബിൾ മൗണ്ടെയിനിലേക്കാണ് പോയത്. അവിടെ തന്നെ അതിൻ്റെ ഒരു ഫാക്ടറിയിലേക്ക് പോയി. അവിടെ കുറേ സ്റ്റാച്യൂസും സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ മൗണ്ടെയിനിലേക്ക് പോയി. അത് കുറച്ച് റിസ്ക് ആയ പ്ലേസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഗുഹയ്ക്കകത്ത് പോകുന്ന പോലത്തെ ഒരു ഫീല്. അതിനകത്ത് അവിടെ തൊഴുന്ന ദൈവങ്ങളും പിന്നെ അവരുടെ അമ്പലങ്ങളൊക്കെ അതിനകത്ത് കണ്ടു. പിന്നെ നമ്മുടെ ഗൈഡ് ഓരോ സ്ഥലത്തുമ്പോഴും കാര്യമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ. പക്ഷേ കുറച്ച് മനസ്സിലായില്ല. then നേരെ ഹനോയി ടൗണിലേക്കാണ് പോയത്. നമ്മളവിടെ ഇറങ്ങിയതും ഫുൾ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല, കാരണം നെക്സ്റ്റ് ഡേ ഓൾറെഡി മാർക്കറ്റിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്. സോ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ദെൻ അത് കഴിഞ്ഞ് ഡിന്നർ കോംപ്ലിമെൻ്റ് ആയിരുന്നു. പക്ഷേ ഐറ്റത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇന്നലത്തെ വീഡിയോയിൽ ശ്രുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വെറൈറ്റീസ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് കാണിക്കാൻ. സത്യം പറയാലോ എനിക്കതൊന്നും ഇഷ്ടമായില്ല. ആകെ കൂടെ ഞാൻ കഴിച്ചത് ഒരു മാഗി മാത്രമാണ്. ബാക്കി ഒന്നും എനിക്ക് സെറ്റായില്ല. ബട്ട് ഹിന്ദുസ് കാര്യമായി എൻജോയ് ചെയ്തേ. പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് പിന്നെ പോയതൊരു സ്വർഗത്തിലോട്ടാണ് കേട്ടോ. ശരിക്കും മൊത്തം വിയറ്റ്നാം ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ച് ഞാൻ അതാണെന്ന് പറയും. അതും ആ വെള്ളത്തിൻ്റെ നടുക്ക് ആ ഒരു ലൈറ്റ് എഫക്റ്റും പിന്നെ ഞങ്ങൾ അവിടെ ചെറിയൊരു ബോട്ടിങ്ങും പോയി. ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അത്രയും ക്രൗഡിലും അവിടെ ഉള്ള ഒരു മ്യൂസിക് അല്ലാതെ നമുക്ക് വേറെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൈലൻ്റ് ആയിരുന്നു. ശരിക്കും അവിടെ കണ്ടതും ആ ഒരു ഫീലൊന്നും ഒരു ക്യാമറയിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ക്യാമറയിൽ വരുന്നത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല. ബട്ട് ദ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. തിരിച്ച് റൂമെത്തുമ്പോഴത്തേക്കും വീണ്ടും വിശന്നതുകൊണ്ട് പുറത്തിറങ്ങി ഒരു തട്ടുകട കണ്ടുപിടിച്ച് ചെറുതായിട്ട് ഫുഡും കഴിച്ചു.